ഹരിശ്രീ ഗണപതിക്ക് നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ഈ 2024 27 നാളുകൾക്കും സംഭവിക്കുന്ന രാശിമാറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചതയം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകൃതിയിലൊരു ചിത്രമുണ്ട്. അത് തൊട്ട് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം അതിനെ ലഭിക്കും. ചതയം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ, അതായത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വർഷമാണ് 2025. അതായത് ജോലി സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെയൊക്കെ നിന്നിട്ടുള്ളൊരു സമയം ഉണ്ടാവും. അതെന്തുകൊണ്ടും നല്ലൊരു തീരുമാനം എടുക്കുന്നൊരു വർഷമാണ് 2025. വിദേശത്ത് പോകുവാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊക്കെ നിന്നിരുന്ന ഒരു സമയം നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. അത് ആ ഒരു കുറേ കഷ്ടപ്പാടുകൾക്കൊക്കെ ഒടുവിൽ അനുയോജ്യമായൊരു തീരുമാനം എടുക്കുവാൻ കഴിയുന്നൊരു വർഷം കൂടിയാണ് 2025. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു തീരുമാനം എടുക്കുവാൻ പറ്റുന്നൊരു വർഷമാണ് ഈ 2025. എന്നാലും നടപ്പിലാകുകയും ചെയ്യുന്നൊരു വർഷമാണ്. നടപ്പിലാകും എന്നുള്ളതിനെയാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാതിരിക്കുക. നമുക്കങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക. കഴിഞ്ഞ കാലം മോശപ്പെട്ടൊരു സമയമായിരുന്നു ഇല്ലേ? സാമ്പത്തിക തകർച്ചയായിട്ടുണ്ടായിട്ടുണ്ടാവാം. വാഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ആണ് കാണുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഉള്ളതായിരിക്കാം നിങ്ങൾക്ക്. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? അതിൽ നിന്നൊക്കെ മോചനമുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും 2025. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു സമയമാണിപ്പോൾ കാണുന്നത്. എന്നാൽ എല്ലാ കാര്യത്തിനും ചെറിയ തടസ്സങ്ങളുണ്ടായേക്കാം. ഇതൊക്കെ ശരിയാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായേക്കാം. ഈ സമയത്താണ് നമ്മളുടെ മനസ്സിനെ ആത്മവിശ്വാസം കൊടുക്കേണ്ടത്. ഈ സമയത്ത് ഒട്ടും പതറാതെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഈ ഒരു വർഷം. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരെയും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുക. കാരണം വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചതിവ് പറ്റാനിടയുള്ളത്. നമ്മൾ നല്ല ആൾക്കാരാണെന്ന് നമ്മളതിൽ വിശ്വസിച്ചവരോട് എന്തെങ്കിലുമൊക്കെ പറയുമെന്നിരിക്കട്ടെ, ചിലപ്പോൾ ആ വിശ്വസിക്കുന്നവരായിരിക്കും നമ്മൾക്ക് കെണിയൊരുക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ചിലവുകളുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നടപ്പാക്കാൻ പറ്റുന്നൊരു സമയമാണ്. കാരണം അതിനൊരുപാട് പണച്ചിലവുണ്ടല്ലോ. അപ്പോൾ അത് ഗൃഹനിർമ്മാണത്തിനും കൂടി പറ്റിയൊരു സമയമാണ് ഈ ഒരു വർഷം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.